സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച ഗതാഗത മന്ത്രി CP ജോൺ പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു എന്നാണ് മന്ത്രിയുടെ അധിക്ഷേപം. അവഹേളന പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ പരാമർശത്തെ ന്യായീകരിക്കുകയാണ് മന്ത്രി. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടും. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. പുതിയ സർക്കാരിന്റെ അഭിമാന പദ്ധതിയെക്കുറിച്ച് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണമാണിത്. പ്രകടന പത്രികയിലെ ഗ്യാരണ്ടികളൊന്ന് പ്രാവർത്തികമാക്കിയെന്ന് സർക്കാർ ഊറ്റം കൊള്ളുമ്പോഴാണ് മന്ത്രിയുടെ ഈ അധിക്ഷേപ പരാമർശം. സർക്കാർ പ്രഖ്യാപിച്ച യാത്രാ സൗജന്യ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവരെക്കുറിച്ചുള്ള മന്ത്രിയുടെ മനോഭാവം വ്യക്തമാക്കുന്ന പ്രതികരണം വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അപമാനിക്കപ്പെട്ട സ്ത്രീകളോട് മാപ്പ് പറയുക എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് സ്വമേധയാ ബോധ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊന്ന് പറയാതിരിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അധിക്ഷേപ പരാമർശം വിവാദമായിട്ടും തെറ്റ് മനസ്സിലാക്കാതെ ന്യായീകരിച്ച് തകർക്കുകയാണ് മന്ത്രി CP ജോൺ. അതായത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. ഇത്രയധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. യാത്രാ സൗജന്യ പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഭരണമുന്നണിയിൽ നിന്ന് തന്നെ വിമർശനമുണ്ട്. സ്ത്രീകൾ അധിക്ഷേപിക്കുന്നത് സർക്കാർ നയമല്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.